Hi, hello, welcome to Competitive Cracker. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC CGL മാത്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും യു ക്യാൻ ഡൗൺലോഡ് CC ലേണിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PDF, ഫ്രീ ക്വിസ്, ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ് എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് ദ ആപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. CGLന്റെ ആദ്യത്തെ ചോദ്യം, ദ ഏജസ് ഓഫ് A and B ആർ ഇൻ ദ റേഷ്യോ 5:7. എയുടെയും ബിയുടെയും ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 5:7 ആണ് തന്നിട്ടുള്ളത്. 5:7. 5 years ago their ages were in the ratio 5:8. The respective present ages are. അപ്പോൾ 5:7 എന്നുള്ളത് അവരുടെ ഇപ്പോഴത്തെ ഏജ് ആണ്. ഓക്കെ, 5 വർഷം മുന്നേ അവരുടെ ഏജ് എത്രയായിരുന്നു? 5:8 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഏജ് എന്തെന്നാണ് ചോദ്യം. അപ്പോ 5 വർഷം മുന്നേ അവരുടെ ഏജിന്റെ റേഷ്യോ 5:8 ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ ഏജ് ആണെന്ത്? 5:7. അതായത് 5 വർഷത്തിന്റെ ഒരു ഡിഫറൻസ് ആണുള്ളത് അല്ലെ? ആദ്യത്തെ 5:8, അത് കഴിഞ്ഞപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ റേഷ്യോ ആണ് 5:7. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ആണ്. ഇവിടെ 5 എടുത്തു. 5 ഇൻറ്റു താഴെയുള്ള റേഷ്യോ 5:7 ആണ്. 7ന്റെയും 5ന്റെയും ഡിഫറൻസ് എന്താണ്? 2 ആണ്. 2 ഇൻറ്റു എത്ര ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? 5 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 35. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 40. അപ്പൊ 40 മൈനസ് 35. ഇപ്പൊ എന്താ കിട്ടുക? 5 ഇൻറ്റു 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5. അപ്പൊ ഒരു 5 കട്ടായി പോകും. 5 ഇൻറ്റു 2 എന്താണ്? 10 ആണ്. അപ്പൊ ആദ്യത്തെ ഏജ് എത്രയാണ്? 10 ആണ്. ഓക്കെ, 10 ആണ്. പിന്നെ രണ്ടാമത്തെ ഏജ് അപ്പൊ എത്രയായിരിക്കും? രണ്ടാമത്തെ ഏജ് കിട്ടാനാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ 5ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 8 കൊടുക്കുക. 8 ഇൻറ്റു 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് അതിൽ ചേഞ്ച് ഇല്ല. അത് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പൊ ഇതും കട്ടാവും. എന്ത് കിട്ടി? 16. അപ്പൊ നമുക്ക് 10ഉം 16ഉം കിട്ടി. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്രസന്റ് ഏജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള 5:7 എന്ന് പറഞ്ഞ 5:8 എന്ന് പറയുന്ന റേഷ്യോ എന്താണ്? 5 years ago ഉള്ള റേഷ്യോ ആണ്. 5 വർഷം മുന്നേ ഉള്ള റേഷ്യോ ആണ്. അപ്പൊ 5 വർഷം മുന്നേ ഉള്ള വയസ്സാണ് നമുക്കിപ്പോ എത്ര കിട്ടിയേക്കുന്നത്? 10, 16 കിട്ടിയേക്കുന്നത്. പ്രസന്റ് ഏജ് എന്ന് പറയുമ്പോൾ 5 വർഷം കൂടെ കഴിയും. അപ്പൊ എന്താവും? 10ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 15, 16ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 21. 15, 21. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം, രാംസ് പ്രസന്റ് ഏജ് ഈസ് thrice his son's present age. അപ്പൊ സണ്ണിന്റെ പ്രസന്റ് ഏജ് 1 ആണെന്നുണ്ടെങ്കിൽ റാമിന്റെ പ്രസന്റ് ഏജ് എന്താണ്? സണ്ണ് രാം. സണ്ണിന്റെ പ്രസന്റ് ഏജ് 1 ആണെങ്കിൽ രാമിന്റെ ഏജ് അതിന്റെ ത്രൈസ് എന്ന് പറയുമ്പോൾ 3. അപ്പൊ 1:3 ആണ് റേഷ്യോ. ആൻഡ് 2/5 ഓഫ് ദി പ്രസന്റ് ഏജ് ഓഫ് ഹിസ് ഫാദർ. അപ്പൊ അതും കൂടെ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ 1:3 എടുക്കുന്നില്ല. പകരം നമുക്ക് എന്തെടുക്കാം? അപ്പൊ രാമ്, സണ്ണ്, ഫാദർ, 3 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫാദറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഫാദറിന്റെ പ്രസന്റ് ഏജ് നമ്മള് ഇപ്പൊ 2/5 അല്ല. അപ്പൊ കട്ട് ചെയ്ത് പോകാനായിട്ട് നമ്മൾ 5x എന്ന് എടുക്കുവാണെങ്കിൽ അതിന്റെ 2/5 എന്ന് പറയുമ്പോ എന്താണ്? 2x. അത് ആരുടെ ഏജ് ആണ്? രാമിന്റെ ഏജ് 2x. ഓക്കെ, രാംസ് പ്രസന്റ് ഏജ് ഈസ് thrice his son's present age and 2/5 ഓഫ് ദി പ്രസന്റ് ഏജ് ഓഫ് ഹിസ് ഫാദർ. ഫാദറിന്റെ പ്രസന്റ് ഏജിന്റെ 2/5 ആണ് എന്ന് വെച്ചാൽ 2x ആണ്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? thrice his son's present age. സണ്ണിന്റെ ഏജിന്റെ 3 times ആണ് ഈ 2x എന്ന് പറയുന്നത്. അപ്പൊ സണ്ണിന്റെ ഏജ് എന്ത് വരും? 2/3x വരും. 2/3x. ഓക്കെ, ഇനി ഈ ഫ്രാക്ഷൻ കളയാൻ വേണ്ടി നമുക്ക് ത്രൂ ഔട്ട് ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ എന്ത് വരും? 6x, 2x, 15x. ഓക്കെ, 6x, 2x, 15x. അതാണ് അവരുടെ ഏജ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. ദ ആവറേജ് പ്രസന്റ് ഏജ് ഓഫ് ഓൾ ഓഫ് ദം ഈസ് 46 years. അപ്പൊ ഇവരുടെ ഏജിന്റെ ആവറേജ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 46. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ബൈ നമ്പർ. സം എത്ര കിട്ടും? 6 + 2 8, 8 + 15 23x. 23x/3 ആണ് എന്ത്? 46 എന്ന് പറയുന്നത്. ഈ 23ഉം 46ഉം കട്ട് ചെയ്താൽ 2 കിട്ടും.
x equal to 3 into 2 6 എന്ന് കിട്ടും. What is the difference of ages of Ram's father and Ram's son at present? സണ്ണിന്റെയും രാമിന്റെ ഫാദറിന്റെയും ഏജിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 2x ഉം 15x ഉം. ഡിഫറൻസ് എന്താ? 13x ആണ്. 13x. എക്സിന്റെ വാല്യൂ എന്താണ്? 6 ആണ്. 13 into 6 എന്ത് കിട്ടും? 78. 78 ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, അറ്റ് പ്രസന്റ് രൺവീർ ഈസ് 15 years older than ദീപിക. ദീപികേനേക്കാളും 15 years കൂടുതലാണ് ആർക്ക്? രൺവീറിന്. ഓക്കെ, 5 years later ദീപികേനേക്കാളും 15 years കൂടുതലാണ് രൺവീറിന്. അപ്പൊ ദീപികയ്ക്ക് എക്സ് ആണ് ഏജ് എന്നുണ്ടെങ്കിൽ രൺവീറിന് x plus 15 ആയിരിക്കും. 5 years later ദീപിക വിൽ ബി 10 years old. 5 വർഷം കഴിയുമ്പോൾ ദീപികയുടെ ഏജ് എന്താണ്? 10 വയസ്സാണ്. അപ്പൊ ഇപ്പത്തെ ഏജ് എന്താണ്? 5 വയസ്സാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രൺവീറിന്റെ ഇപ്പത്തെ ഏജ് എന്താണ്? 20 വയസ്സാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് രൺവീർ? രൺവീറിന്റെ പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. 5 വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. രൺവീറിന്റെ പ്രസന്റ് ഏജ് 20 ആണ്. 5 വർഷം കഴിയുമ്പോൾ 25 വയസ്സാവും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, എ പേഴ്സൺ വാസ് ആസ്ക്ഡ് ടു സ്റ്റേറ്റ് ഹിസ് ഏജ്. ഒരാളോട് ഏജ് എത്രയാന്ന് പറയാൻ പറഞ്ഞു. ഹിസ് റിപ്ലൈ വാസ്, ടേക്ക് മൈ ഏജ് 3 years hence, multiply it by 3, subtract the triple of my age 3 years ago and you will know how old I am. കുറച്ചൊരു ട്വിസ്റ്റ് ചെയ്താ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓരോന്ന് വായിച്ചു നോക്കാം. ടേക്ക് മൈ ഏജ് 3 years hence, 3 വർഷം കഴിയുമ്പോൾ ഏജ്. അപ്പൊ നമുക്ക് പ്രസന്റ് ഏജ് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പൊ 3 വർഷം കഴിയുമ്പോൾ x plus 3, multiply it by 3. ഇതിനെ നമുക്ക് 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Subtract the triple of my age 3 years ago and എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 3 വർഷം മുന്നേ ഉള്ള എന്റെ വയസ്സിന്റെ 3 times ട്രിപ്പിള്. 3 വർഷം മുന്നേ ഉള്ള എന്റെ വയസ്സ് എന്താണ്? x minus 3. അതിനെ ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ 3 into x minus 3. അതായത് ഇതിനകത്ത് തന്നെ എന്ത് സബ്ട്രാക്ട് ചെയ്യാം? 3 into x minus 3 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ കിട്ടുന്നതാണ് എന്ത്? എന്റെ ഏജ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. എന്റെ ഏജ് എക്സ്. ഓക്കെ, വാട്ട് ഈസ് പ്രസന്റ് ഏജ് ഓഫ് ദി പേഴ്സൺ? അതായത് എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. ഇതങ്ങ് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 3x plus 9 മൈനസ് 3x, മൈനസും മൈനസും പ്ലസ് ആവും 9. 3x കട്ടാവും. 9 plus 9 എത്ര കിട്ടും? 18. സോ പ്രസന്റ് ഏജ് ഈസ് 18. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇതെല്ലാം CGL പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ SSC CGL മാസ്റ്റർ ബാച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ നിങ്ങൾക്ക് വീക്ക്ലി മന്ത്ലി റിവിഷനും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉണ്ടാവും. ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന് ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, കുറേ അധികം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയൽ എക്സാം വരുമ്പോഴത്തേക്കും ആ ഒരു പേടിയും ആ ഒരു ടെൻഷനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ SSC എക്സാംസിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയലും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്